ഹായ്, വെൽക്കം ടു fscookeryvlogs. എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പീനട്ട് ചാറ്റാണ്. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 100 ഗ്രാം പീനട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഒരു ദിവസം ഇങ്ങനെ തന്നെ വെച്ചിരിക്കുവേ, കുറഞ്ഞത് 6 മണിക്കൂറെങ്കിലും വെച്ചിരിക്കണം. എന്നിട്ട് അടുത്ത ദിവസം നോക്കുമ്പോൾ ഇത് ഇങ്ങനെ ഇരിപ്പുണ്ടാവും. ഇതിനെ നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഞാനിവിടെ കുക്കറിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഈ പീനട്ട് നെകക്കെ വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. നമ്മളിങ്ങനെ സോക്ക് ചെയ്ത് വെക്കുമ്പോൾ പീനട്ടിൻ്റെ വലിപ്പം എല്ലാം ഒന്ന് കൂടും കേട്ടോ, കുറച്ചുകൂടെ പെരുവി കിട്ടും. അതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് ഞാനിവിടെ 3 വിസിൽ വരെ ഇട്ടിട്ട് വേവിച്ചെടുക്കും. അതൊക്കെ ഓരോരുത്തരുടെ കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുവേ. അപ്പോൾ ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയ പീനട്ട് ഞാൻ സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിതിലേക്ക് കുറച്ച് കൊറിയാണ്ടർ ലീവ്സ്, കുറച്ച് സവാള പൊടിയായിട്ട് അരിഞ്ഞത്, കുറച്ച് ടൊമാറ്റോ പൊടിയായിട്ട് അരിഞ്ഞത്, അതിലേക്ക് ഒരു അര ലെമൺ ജ്യൂസും കൂടെ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കും. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും. നമ്മൾ പീനട്ട് വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, പക്ഷേ അത് നമുക്ക് തികയില്ല കേട്ടോ. ഈ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് പെപ്പർ പൗഡറും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും അതുപോലെ 1 ടീസ്പൂണോളം മുളക് പൊടി, പിന്നെ ചാട്ട് മസാല. ഈ ചാട്ട് മസാല പൗഡർ ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. അപ്പോൾ അത് കിട്ടുവാണെങ്കിൽ അതും കൂടെ ഇട്ടാൽ കറക്റ്റ് നമ്മൾ ഈ റോഡ് സൈഡിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് നമുക്ക് കിട്ടും. ഇല്ലെങ്കിലും പ്രശ്നമില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.